ഹായ് ഗൈസ്, വെൽക്കം ടു ആര്യരാജ്. ഇതേ എൻ്റെ ഇള അനിയത്തിയാണ് കേട്ടാ. അവക്കേ വേണ്ടി പച്ചക്കറി പറിച്ചെടുക്കാൻ പോവേണ്. ആദ്യം വാഴത്തടയാണ് വെട്ടാൻ പോണത്. കാണിച്ചു തരട്ടെ. ബാംഗ്ലൂർ എത്താനുള്ളതാണിത്. കണ്ടാ, വാഴത്തട എടുക്കുന്നതാണ്. വാഴത്തട എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കല്ലിൻ്റെ അസുഖത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ വാഴത്തട. പാളയംകുടന്റെ ഏറ്റവും നല്ലത്. കണ്ടാ, ഒരു തട സൂപ്പർ സൂപ്പർ തട. വണ്ണമുണ്ട്. കുറച്ച് ഒരു ചെറിയ പീസ് മതി. ഇത്രയും പീസ് മതിയാവും നിങ്ങൾക്ക്. പരിപ്പോ പയറോ ഇട്ട് തോരൻ വയ്ക്കണം. താങ്ക് യു, വെൽക്കം. അല്ല, ഈ കാ തറയിൽ വീഴുന്നതാണ് തയ്യാവണത്. ഇത് പഴുത്ത് അതൊക്കെ കാ അതിന് ഒടിച്ചു വിട്ടാലും നിറയെ കായുണ്ട. കണ്ട കായ ഒന്നും തുടങ്ങിയണ്ട. ഈ കാ വലുതായി പഴുത്ത് തറയെ വീഴുമ്പോഴാണ് പുതിയ പുതിയ തൈകളുണ്ടാകുന്നത്. ചോല പോലെ ആയി. പക്ഷെ വാഴയും തെങ്ങും എല്ലാം കൂടെ. അയ്യോ, കയ്യിലാണ് നന്ന്. കൈ കൊടുക്കാൻ പാടില്ല എന്ന് പറയാം. തന്ന് കഴിഞ്ഞ് വാങ്ങിച്ചും കഴിഞ്ഞ അവിടെ. അതിന് എപ്പോഴെപ്പോഴും കാണാനാ പോണ. അല്ലെ വല്ലപ്പോഴും കാണണം. ഇത്രയും കൊണ്ട് എന്ത് ചെയ്യാൻ പോണേ? ഇത് ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് കഴുകി ഉണക്കി ചില്ലിട്ട കുപ്പിയിലാക്കി സൂക്ഷിക്കും. 1 മാസം വരെ ഇരിക്കും. ഞാനെന്ന് വെച്ചാൽ ഇവിടെ അപ്പുറത്താവുന്ന ഓടിച്ചെടുക്കണേണ് വന്നത്. അതെ, കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. കൈ കൊടുക്കാൻ പാടില്ല കരിയേപ്പല. കൈ കൊടുത്താൽ പിണങ്ങും. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഞാനിത് തൈരും ചെറിയ ഉള്ളിയും കരിയേപ്പലയും കൂടെ ഇട്ട് വയറിന് വേണ്ടി ഇതുപോലെ യൂട്യൂബിൽ ഞാൻ കണ്ട് ഞാനത് ശീലിച്ച് അതെനിക്ക് അനിയത്തിക്ക് കൂമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കറി, നാടൻ കറികളാണ്, നാടൻ ഭക്ഷണങ്ങൾ. മരുമകന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് വാഴത്തട, മുരിങ്ങയില, വാഴക്കൂമ്പ്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇത് കണ്ടാ, ഇത് നിനക്ക് വേണ്ടി വെച്ചിരിക്കണത്. ഇത് ചേർന്നൂര് കൊണ്ടുപോയി നടാനാണ്. ഇത് കണ്ട, ഇത് വീട്ടിൽ നടാൻ. അങ്ങനെ 2 കരിയേപ്പലത്തൈ പച്ചക്കറികളായിട്ട് പോകാൻ പോകേണ്ട. കപ്പയ്ക്ക, വാഴത്തട, വാഴക്കൂമ്പ്, ചേമ്പുകിഴങ്ങ് വേണ്ടേ? കരിയേപ്പല, ചേമ്പും കിഴങ്ങ്, കരിയേപ്പല തൈ, കോവയ്ക്ക. ഇനി അടുത്ത 1 മാസം കഴിയുമ്പോൾ വരുമ്പോൾ ബാക്കി. അതുവരെ ബൈ.